ഹായ് ഓൾ. എൻ്റെ സ്പെഷ്യലൈസ്ഡ് ഏരിയ ഞാൻ പഠിച്ചു വെച്ചിരിക്കുന്നതും ആൾക്കാർക്ക് സമ്പത്ത് ഉണ്ടാക്കുന്നതിനെക്കുറിച്ച് കൂടുതൽ ഇൻപുട്സ് തരിക എന്നുള്ളതാണ്. അപ്പോൾ ഞാനിവിടെ തരാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നതും ഇനി അങ്ങോട്ട് തരുന്നതും എല്ലാം ഈ മേഖലയിലാണ്. അപ്പോൾ ഇവിടെ നമുക്കൊരു പ്രധാന പ്രശ്നം സമ്പത്തിനെക്കുറിച്ചുള്ള നമ്മൾ സ്റ്റഡീസ്, നിങ്ങൾക്കും അറിയാവുന്ന സ്റ്റഡീസാണ്. നമ്മൾ നോക്കുമ്പോൾ 100 പേരിൽ ഒരാൾ മാത്രമേ ജീവിതത്തിൽ രക്ഷപ്പെടാറുള്ളൂ. ദാറ്റ് മീൻസ് 99 പേരും വളരെ സാധാരണക്കാരാണ്. അപ്പം 1% ആൾക്കാർ ചില സൊസൈറ്റിയിൽ അപൂർവമായിട്ട് 1.5%, 2% വരെ, നോട്ട് ബിയോണ്ട്. അതിൻ്റെ അപ്പുറത്തേക്ക് 2%-ന് മുകളിൽ നമുക്ക് ഒരു പോപ്പുലേഷൻ എടുത്താൽ, ഇവിടെ മാത്രമല്ല, നമ്മൾ സ്വിറ്റ്സർലൻഡിൽ എടുത്തു കഴിഞ്ഞാലും ശരി, UK എടുത്താലും ശരി, US എടുത്താലും ശരി, എല്ലാ സ്ഥലത്തും നമുക്ക് 98% അപ്പുറത്തേക്ക് വരുന്നില്ല. അവർ ആ വലിയ വിഷമത്തിൽ തന്നെയാണ് നിൽക്കുന്നത്. അപ്പം ഞാൻ ഈ 1%-ൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ് ഇല്ലേ അവർക്കുണ്ടായിട്ടുള്ളത്. അപ്പോൾ അത് നമ്മുടെ തോട്ടും നമ്മൾ പഠിച്ചതും നമ്മുടെ വിശ്വാസം വെച്ചിട്ടാണ്. ഞാൻ പലപ്പോഴും പറയാറുണ്ടല്ലോ, നമ്മുടെ മൈൻഡ് ഇങ്ങനെ ഉണ്ടായി വരുമ്പോൾ, ഇപ്പോൾ ഇന്ന് പറന്നു വീണ ഒരു കുട്ടിക്ക് വലിയ മൈൻഡില്ല. ആ മൈൻഡ് ചുറ്റുവട്ടത്ത് കാണുന്ന ഓരോ ഇൻപുട്ടിൽ നിന്നും ആ മൈൻഡ് ഇങ്ങനെ അബ്സോർവ് ചെയ്ത് അത് കണ്ടിന്യൂസ് ആയിട്ട് ആ സാഹചര്യത്തിൽ അബ്സോർവ് ചെയ്യുകയാണെങ്കിൽ ആ സാഹചര്യത്തിന് ചേരുന്ന ഒരു മൈൻഡായിട്ട് ആ കുട്ടിക്ക് മാറും. അപ്പോൾ കേരളത്തിലെ നമ്മുടെ അവസ്ഥ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കേരളത്തിൽ നമ്മളെപ്പോഴും കാണുന്ന കാർഷിക മേഖല നിങ്ങൾ നോക്കിക്കുക, ലോകത്തിൽ ഒരു സ്ഥലത്തും ഇങ്ങനെ കാർഷിക മേഖലയ്ക്ക് ഇത്രയും പ്രിഡോമിനൻസ് കാണില്ല. നമ്മളിപ്പോൾ UAE എടുക്കാം. UAEയുടെ ഇതിനകത്ത് നമ്മൾ നോക്കുകയാണെങ്കിൽ <1% അഗ്രികൾച്ചറിൽ നിന്നുള്ള ഇൻകം. മിക്കവാറും രാജ്യത്തു നിന്ന് എല്ലാം നോക്കുകയാണെങ്കിൽ, അഗ്രികൾച്ചർ ഇല്ലാത്തതുകൊണ്ടല്ല, നല്ലപോലെ അവിടെ അഗ്രികൾച്ചർ ഉണ്ടാഞ്ഞിട്ട് പോലും അഗ്രികൾച്ചറിൽ നിന്നുള്ള ഇൻകം 1%. ദാറ്റ് മീൻസ് അവരുടെയൊക്കെ സർവീസ് സെക്ടർ വളരെ പ്രിഡോമിനൻ്റ് ആണ്, വളരെ പ്രിഡോമിനൻ്റ് ആണ്. ഓക്കെ, അപ്പോൾ നമുക്കവിടെ ഇപ്പോൾ നമ്മുടെ സർവീസ് സെക്ടർ പ്രിഡോമിനൻ്റ് അല്ല, ഇൻഡസ്ട്രി സെക്ടർ വളരെ താഴെ കിടക്കുകയാണ്. അപ്പോൾ അഗ്രികൾച്ചർ സെക്ടറാണ് നമ്മുടെ ഏറ്റവും കൂടുതൽ പ്രിഡോമിനൻ്റ്. രണ്ടാമത്തത് ഉദ്യോഗസ്ഥർ. അപ്പോൾ നമ്മുടെ സമൂഹത്തിൽ ആൾക്കാർക്ക് ഒരു കാര്യം അറിയത്തുള്ളൂ, അപ്പോൾ നമ്മളെ പഠിപ്പിച്ച് നല്ലപോലെ പഠിക്കണം, ഉദ്യോഗം നേടണം. ഇത് മാത്രമാണ് നമ്മളപ്പോൾ റിസ്ക് എടുക്കാനായിട്ടുള്ളൊരു ട്രെയിനിങ്, റിസ്ക് എടുക്കാനുള്ള മൈൻഡ് നമുക്ക് കിട്ടിയിട്ടില്ല. ഇതുകൊണ്ടാണ് മലയാളികൾ ഒരുപാട് പേര്, ഇപ്പോൾ ഒത്തിരി പേര് പുറത്ത് കയറി പോകുന്നുണ്ടെങ്കിലും അവരെല്ലാം അവിടെ ജോലിക്കാരാകാനാണ് ശ്രമിക്കുക. പണമുള്ളവർക്ക് ചെയ്യാൻ കഴിയുന്ന, അവർക്ക് മാത്രം ചെയ്യാൻ കഴിയുന്ന കുറച്ച് നന്മകളുണ്ട്. ഞാൻ അതിനെക്കുറിച്ച് കുറച്ച് സംസാരിക്കാം. അപ്പോൾ ഇതുവരെ എൻ്റർടൈൻമെൻറ്റ് ബാക്ക്ഗ്രൗണ്ടിലല്ല, നിങ്ങൾ സീരിയസ് ആയിട്ടുള്ള സമയത്ത് തന്നെ കാണുക. പക്ഷേ ഇത് മാർക്ക് ചെയ്ത് വെച്ചിട്ട് ഡെഫിനറ്റ് ആയിട്ടും കാണണം. ഇത് നിങ്ങളുടെ ലൈഫിൽ ഒരുപാട് ചേഞ്ചസ് വരും. അപ്പോൾ ഇതിൻ്റെ പേരിൽ തന്നെ നിങ്ങൾക്കൊരു ഒരു വലിയ മാറ്റം ഉണ്ടാകാനുള്ള എല്ലാ സാധ്യതയുണ്ട്. അതുകൊണ്ട് അവസാനം വരെ കാണുക, സമയം കിട്ടുന്നതനുസരിച്ച് റിപ്പീറ്റ് ചെയ്ത് കാണേണ്ടതുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ പ്രധാനമായിട്ടും പണം ഉണ്ടെങ്കിൽ മാത്രം ചെയ്യാൻ കഴിയുന്നത്. അപ്പോൾ നമുക്ക് പണം ഉണ്ടാക്കുക എന്ന് പറയുന്നത് നമുക്ക് ഇമ്പരറ്റീവാണ്. പ്രധാനമായിട്ട് നമ്മൾ പറയുമ്പോഴത്തേക്ക് പെട്ടെന്ന് മനസ്സിലേക്ക് നമുക്ക് ഒന്നാമതായിട്ട് കയറി വരുന്നത് എന്താണ്, നമുക്കൊരു നല്ല ചാരിറ്റബിൾ ഇല്ല ഫിലാന്ത്രോപ്പിക് ഓർഗനൈസേഷൻ നടത്താൻ പറ്റും എന്നുള്ളതാണ്. അപ്പോൾ നമ്മുടെ ക്രിട്ടിക്കൽ ഇഷ്യൂസിന് വേണ്ടിയിട്ടുള്ള നമുക്ക് കാര്യങ്ങൾ നടത്താൻ പറ്റും എന്നുള്ളതാണ് ഒന്ന്. പക്ഷേ അതിലും വലുതാണ് ഞാൻ പറയുന്നത് എഡ്യൂക്കേഷണൽ ഇനിഷ്യേറ്റീവ്സ്. നമുക്ക് എഡ്യൂക്കേഷണൽ സ്ഥാപനങ്ങൾ തുടങ്ങാനായിട്ട്, ഇപ്പോൾ TKM എഞ്ചിനീയറിംഗ് കോളേജൊക്കെ ഒരു ഇൻഡിവിജ്വൽ തുടങ്ങിയതാണ്. അപ്പോൾ എന്ന് പറഞ്ഞതുപോലെ നല്ല എഡ്യൂക്കേഷണൽ ഇനിഷ്യേറ്റീവ്സ്, സപ്പോർട്ട് സ്കോളർഷിപ്പ്, സ്കൂൾസ് ആൻഡ് എഡ്യൂക്കേഷണൽ പ്രോഗ്രാംസ്, അത് പണമുള്ളവരെ കൊണ്ട് മാത്രമാണ്, സർക്കാരിനെ കൊണ്ട് നടക്കുന്ന കാര്യമല്ല. മറ്റൊന്നാണ്, നമുക്ക് പണം ഉണ്ടെങ്കിൽ, നിങ്ങൾ പണം ഉണ്ടാക്കിയാൽ നിങ്ങൾക്ക് മറ്റുള്ളവർക്ക് വേണ്ടി നന്മ ചെയ്യാനായിട്ട്, ലോകത്തിന് വേണ്ടി നന്മ ചെയ്യാനായിട്ട് കഴിയുന്നത് പ്രൊവൈഡ് ആക്സസിബിൾ ഹെൽത്ത് കെയർ. അപ്പോൾ ഇൻവെസ്റ്റ് ഇൻ ഹെൽത്ത് കെയർ ഫെസിലിറ്റീസ്. നമ്മുടെ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ആസ്ട്ര മെഡിസിറ്റി, അപ്പോൾ ആസ്ട്ര ഗ്രൂപ്പ്സൊക്കെ പ്രവർത്തിക്കുന്ന പോലെ. അപ്പം അവരുടെ എൻ്റർപ്രൈസസ് ആണ്, പക്ഷേ അതിൽ നിന്ന് എന്താണ് ഒരുപാട് പേർക്ക് നന്മ കിട്ടുന്നുണ്ട്. അപ്പോൾ എപ്പോഴും നമ്മളൊരു ഓൺട്രപ്രണീറിയൽ സ്കില്ലിനെ കുറിച്ച് പറയുമ്പോൾ, അപ്പോൾ ഇവിടെ ഒരുപാട് കമ്മ്യൂണിറ്റീസിന് ബെനിഫിറ്റ് കിട്ടുന്നുണ്ട്. നമ്മൾ പെട്ടെന്ന് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മൾ എപ്പോഴും ഒരു ആന്ത്രപ്രണറെ ഒരു തേനീച്ചയായിട്ട് ഉപയോഗിക്കുക. അപ്പോൾ തേനീച്ച എല്ലാ ദിവസവും രാവിലെ പൂക്കളുടെ അടുത്ത് പോയി അതിൽ നിന്ന് തേൻ എടുത്തുകൊണ്ട് വന്ന് അവരുടെ പ്രത്യേകമായിട്ടുള്ള ഹണി കോമ്പിനകത്തേക്ക് വെച്ച് അതിനെ സംരക്ഷിക്കുന്നുണ്ട്. അത് തീർച്ചയായിട്ടും അവർക്ക് കഴിക്കാനും അവരുടെ കുഞ്ഞുങ്ങൾക്ക് കഴിക്കാനുണ്ട്, ഫോർ ദ സർവൈവൽ. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ അവരുടെ സെൽഫിഷ് ഇൻട്രസ്റ്റാണ്, സെൽഫ് സർവൈവൽ, അതിജീവനത്തിന് വേണ്ടിയിട്ടാണ് ഈ തേനീച്ചകൾ ഇങ്ങനെ ചെയ്യുന്നത്. പക്ഷേ തേനീച്ചകൾ ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ട് നമുക്ക് തേൻ ലഭിക്കുന്നു, നമ്മൾ തേൻ മധുരത്തോടു കൂടി സന്തോഷത്തോടു കൂടി തേൻ കഴിക്കുന്നു എന്നതിലൊക്കെ ഉപരി ഈ തേനീച്ചകൾ ചെയ്യുന്ന ഏറ്റവും വലിയ ഉപകാരം പോളിനേഷൻ.
നമ്മുടെ കൃഷി സ്ഥലത്ത് അത് വീണ്ടും വീണ്ടും ചെടികളുണ്ടാകുന്നതും പൂക്കളുണ്ടാകുന്നതും കായ്കളുണ്ടാകുന്നതും ഇത് തങ്ങളുള്ള പോളിനേഷൻ നടത്തുന്നതിനകത്ത് ഏറ്റവും വലിയ പങ്ക് തേനീച്ചകളാണ് ചെയ്യുന്നത്. അപ്പോൾ തേനീച്ചകൾ സ്വന്തം അതിജീവനത്തിന് വേണ്ടി ചെയ്യുന്നത് പോലെ നമ്മളുടെ ആന്ത്രപ്രനേഴ്സ് അവരുടെ അതിജീവനത്തിന് വേണ്ടി നിലനിൽപ്പിന് വേണ്ടിയിട്ടാണ് അവർ ബിസിനസ് ചെയ്യുന്നത്. പക്ഷേ തേനീച്ചകൾ എങ്ങനെയാണോ പോളിനേഷൻ നടത്തി പരാഗണം നടത്തി സസ്യലോകത്തെ നിലനിർത്തി പോകുന്നത് പോലെ തന്നെ ഈ ആന്ത്രപ്രനേഴ്സ് ഉള്ളത് കൊണ്ട് തന്നെയാണ് നമുക്ക് സർക്കാരിന് ടാക്സ് കൊടുക്കുന്നതും ആ പണം വെച്ചിട്ട് റോഡും ഹോസ്പിറ്റലും എഡ്യൂക്കേഷനും ഡിഫൻസും ദുരിത നിവാരണങ്ങളും ഒക്കെ നമുക്ക് ചെയ്യാനായിട്ട് പറ്റുക. അപ്പോൾ ഇവിടെ പിന്നെ ഇതേപോലെ ചെയ്യുന്നവരെ അപ്പോൾ അവരുടെ ആവശ്യത്തിന് വേണ്ടിയാണ് ചെയ്യുന്നത്. പക്ഷേ അതുവഴി നമുക്ക് ട്രീറ്റ്മെൻറ്റ് കിട്ടുന്നുണ്ടല്ലോ. അപ്പോൾ അതുപോലെ തന്നെ പൈസ ഉള്ളത് കൊണ്ട് തന്നെ സപ്പോർട്ട് മെഡിക്കൽ റിസർച്ച്, കോൺട്രിബ്യൂട്ട് ചെയ്ത മെഡിക്കൽ റിസർച്ച് പലപ്പോഴും നമുക്ക് നല്ല ക്യൂവേഴ്സ് കണ്ടുപിടിക്കാനായിട്ട്, നല്ല ട്രീറ്റ്മെൻറ്റ് കണ്ടുപിടിക്കാനായിട്ട്. മറ്റൊന്ന് ക്ലീൻ എനർജി, നമുക്ക് നല്ല എനർജി, കാർബൺ ബേസ്ഡ് അല്ലാത്ത റിന്യൂവബിൾ എനർജി, അത് നമുക്കൊരു 3 വർഷത്തിനൊക്കെ അപ്പുറത്തേക്ക് നമുക്ക് ഇപ്പോൾ ഉള്ള രീതിയിൽ വണ്ടികൾ ഓടിച്ചുകൊണ്ട് പോകാൻ പറ്റില്ല. നമ്മൾ നിന്ന് പിടിക്കില്ല, ജനം മരിച്ചു വീഴുന്നൊരു സാഹചര്യത്തിലേക്ക് ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് കുറച്ചേ പറ്റുള്ളൂ. അപ്പോൾ റിന്യൂവബിൾ എനർജി പ്രോജക്ട്സ് ആൻഡ് പ്രൊമോട്ട് സസ്റ്റൈനബിലിറ്റി നിലനിന്ന് പോകുന്നത് വേണം. കോമ്പാക്ട് ഹങ്കർ, നമ്മുടെ പിന്നെ തേനീച്ചകളായ നമ്മുടെ സമ്പന്നർ അവരവരുടെ എൻ്റർപ്രൈസസ് അവർക്ക് വേണ്ടി നടത്തുന്നത് കൊണ്ട് നമുക്ക് വലിയ രീതിയിലുള്ള ഫുഡ് ബാങ്ക്സ് ആൻഡ് ഇനിഷ്യേറ്റീവ് ടു എറാഡിക്കേറ്റ് ഹങ്കർ, ഗവൺമെൻറ് അത് ചെയ്യാനുള്ള ഫുഡ് സെക്യൂരിറ്റി നമുക്ക് കൊടുക്കാൻ പറ്റുന്നുണ്ട്. മറ്റൊന്ന് നമ്മുടെ തേനീച്ചകളായ ആന്ത്രപ്രനേഴ്സിൻ്റെ സഹായം കൊണ്ട് ക്ലീൻ വാട്ടർ നമുക്ക് എത്തിക്കാനായിട്ട് പറ്റുന്നുണ്ട്. ഫണ്ട് പ്രോജക്ട്സ് ടു എൻഷുർ ക്ലീൻ ആൻഡ് ആക്സസിബിൾ വാട്ടർ സോഴ്സസ്, നമ്മളിപ്പോൾ കുപ്പിക്കകത്ത് കുടിക്കുന്ന നല്ല വെള്ളം പോലും ഏതൊക്കെയോ ആന്ത്രപ്രനേഴ്സിൻ്റെ സഹായം കൊണ്ട് കിട്ടുന്നതാണ്. ഇനി പ്രൊമോട്ട് ജെൻഡർ ഇക്വാളിറ്റി, സ്ത്രീകൾക്ക് ജോലി കൊടുക്കുക. നല്ല പിന്നെ സ്ത്രീകളുടെ കാര്യം എന്താകുമായിരുന്നു? സർക്കാർ ജോലി വളരെ കുറച്ചല്ലേ ഉള്ളൂ, മൊത്തത്തിൽ 2 ലക്ഷത്തിനകത്ത് മാത്രമേ കേരളത്തിലുള്ളൂ. ഇൻവെസ്റ്റ് ഇൻ ഇനിഷ്യേറ്റീവ് ദാറ്റ് എംപവർ വിമൻ ആൻഡ് പ്രൊമോട്ട് ജെൻഡർ ഇക്വാളിറ്റി, അപ്പോൾ സ്ത്രീകൾക്കൊരു ജോലി കൊടുക്കുന്നതും അവരെ നിലനിർത്തി പോകുന്നതും. അതുപോലെ തന്നെ നമ്മുടെ ഈ തേനീച്ചകളുള്ളത് കൊണ്ടാണ് മെൻറ്ററിങ് പ്രോഗ്രാംസ്, എസ്റ്റാബ്ലിഷ് മെൻറ്റർഷിപ്പ് പ്രോഗ്രാം ഫോർ അണ്ടർ പ്രിവിലേജ്ഡ് യൂത്ത്, ഒരുപാട് പേരെ ഇങ്ങനെ എടുത്ത് നല്ലത് പറഞ്ഞു കൊടുത്ത് ലിഫ്റ്റ് ചെയ്യുന്ന ഒരുപാട് ആന്ത്രപ്രനേഴ്സിനെ എനിക്കറിയാം. അതേപോലെ തന്നെ ക്രിയേറ്റ് അഫോർഡബിൾ ഹൗസിംഗ്, അപ്പോൾ അതും ആന്ത്രപ്രനേഴ്സ് നടത്തുന്നതാണ്. പക്ഷേ അവർക്ക് വാങ്ങാൻ പറ്റുന്ന രീതിയിൽ കോമ്പറ്റീഷൻ കൂടിക്കഴിയുമ്പോഴത്തേക്കും അതിൻ്റെ വില താഴേക്ക് വരികയും വളരെ അഫോർഡബിളായത് ഡെവലപ്പ് അഫോർഡബിൾ ഹൗസിംഗ് സൊല്യൂഷൻസ് വരുന്നുണ്ട്. അതിനുള്ള മെറ്റീരിയൽസൊക്കെ പലയിടത്തുനിന്ന് ഇറക്കുമതി ചെയ്തും അല്ലാതെ ഇവിടെ ഉണ്ടാക്കി ഒക്കെ നമ്മളിൽ എത്തിക്കുന്ന അതെല്ലാം ഈ നമ്മുടെ തേനീച്ചകളുടെ പ്രവർത്തനം വഴിയാണ്, ആന്ത്രപ്രനേഴ്സിൻ്റെ പ്രവർത്തനമാണ്. ഡിസാസ്റ്റർ റിലീഫ്, നമുക്കറിയാം ഇവിടെ കേരളത്തിൽ ഡിസാസ്റ്റർ വന്നപ്പോൾ എങ്ങനെയാണ് ജനം അതിനകത്ത് ഇൻവോൾവ് ചെയ്യും. പ്രൊവൈഡ്സ് റിസോഴ്സസ് ഫോർ ഡിസാസ്റ്റർ റിലീഫ് ആൻഡ് എഫർട്ട്, ഇതുമാത്രം പണം ആൾക്കാർ അതിലേക്ക് പ്രൊവൈഡ് ചെയ്തു. ഇനി എൻവയറമെൻ്റൽ കൺസർവേഷൻ, അവിടെ നമുക്ക് ഇനിഷ്യേറ്റീവ് ടു പ്രൊട്ടക്ട് നാച്ചുറൽ ഹാബിറ്റാറ്റ്സ് ആൻഡ് വൈൽഡ് ലൈഫ്, നിലനിന്ന് പോകുന്നതിന് വനസംരക്ഷണമെല്ലാം. ആർട്സ് ആൻഡ് കൾച്ചർ, സപ്പോർട്ട് ആർട്സ് മ്യൂസിയംസ് ആൻഡ് കൾച്ചറൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്. അതേപോലെ തന്നെ നമുക്ക് ടെക് ഫോർ ഗുഡ്, ഇൻവെസ്റ്റ് ഇൻ ടെക്നോളജി സൊല്യൂഷൻസ് ദാറ്റ് അഡ്രസ് സൊസൈറ്റൽ ചലഞ്ചസ്, സമൂഹത്തിൻ്റെ പ്രശ്നങ്ങൾക്ക് പരിഹാരങ്ങളായിട്ടുള്ള പല മേഖലയിലും ആന്ത്രപ്രനേഴ്സിൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റ് വരുന്നുണ്ട്. മൈക്രോ ഫിനാൻസിങ്, പ്രൊവൈഡ് മൈക്രോ ലോൺസ് ടു സ്മോൾ ആന്ത്രപ്രനേഴ്സ് ഇൻ ഡെവലപ്പിംഗ് കൺട്രീസ്, പലപ്പോഴും കൊച്ചു ലോണുകൾ കൊടുക്കുകയും അവർക്ക് കാണാവുന്ന രീതിയിൽ അവരെ സമന്വയിപ്പിച്ചുകൊണ്ട് പല ബിസിനസ്സും നടക്കുന്നത്. അതുപോലെ തന്നെ നമുക്ക് ഹോംലെസ്സൻസസ് പരിഹരിക്കാനായിട്ട് ഫണ്ട് പ്രോഗ്രാം ടു കോമ്പാക്ട് ഹോംലെസ്സൻസസ്, അവരെ സഹായിക്കാനായിട്ട്. യൂത്ത് എംപവർമെൻറ്റിന് വേണ്ടിയിട്ട് റിച്ച് ആയിട്ടുള്ളവർക്ക് സപ്പോർട്ട് പ്രോഗ്രാംസ് ദാറ്റ് എംപവർ അറ്റ് റിസ്ക്. അവിടെ യൂത്ത് എവിടെയാണോ, ഇന്നിപ്പോൾ നമ്മൾ ലഹരിയുടെ കാര്യത്തിൽ ഒരുപാട് സമ്പന്നരെ ഒരുപാട് സഹായങ്ങൾ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. ആൻഡ് പ്രൊമോട്ട് റേഷ്യൽ ജസ്റ്റിസ് ആൻഡ് ഇൻവെസ്റ്റ് ഇൻ ഇനിഷ്യേറ്റീവ് ടു അഡ്രസ് റേഷ്യൽ ഇനിക്വാളിറ്റി, എവിടെയാണോ റേഷ്യൽ അസമത്വങ്ങളുള്ളത് അവിടെ ഒരുപാട് സഹായങ്ങൾ പരസ്പരം കൊടുക്കാനായിട്ട് റിച്ച് നോക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഗ്ലോബൽ ഹെൽത്ത് ആൻഡ് കോൺട്രിബ്യൂട്ട് ടു ദ ഗ്ലോബൽ ഹെൽത്ത് ഇനിഷ്യേറ്റീവ്സ് ഇൻ അൺഡിസേർവ്ഡ് റീജിയൻസ് ഓർ അണ്ടർ ഡിസേർവ്ഡ് റീജിയൻസ്. നമുക്ക് ചില ഏരിയയിലൊന്നും കിട്ടാത്ത സ്ഥലത്തെല്ലാം ഇവരുടെ പ്രവർത്തനങ്ങൾ കൊണ്ട് പലപ്പോഴും സ്പോൺസേഡ് ആയിട്ടും ഒക്കെ. ഞാനിപ്പോൾ ഇതിന് ശേഷം ഒരു വീഡിയോയുടെ പറയുന്നുണ്ട്, ഇതിനകത്താണ്, ഇതോടുകൂടി തീരത്തില്ല. അതിനകത്താണ് ഇതുകൊണ്ടുണ്ടായിട്ടുള്ള റിസൾട്ടുകൾ എനിക്ക് പറയാനായിട്ട് കുറച്ചുകൂടെ പറ്റും. നമ്മളിപ്പോൾ അതിന് ഇത് പാർട്ട് 1, അത് പാർട്ട് 2 ആയിട്ട് കാണുക. സസ്റ്റൈനബിൾ അഗ്രികൾച്ചർ ആൻഡ് ഫണ്ട് സസ്റ്റൈനബിൾ ഫാമിംഗ് ആൻഡ് അഗ്രികൾച്ചർ പ്രോജക്ട്സ്,
ഇപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് അഗ്രികൾച്ചർ ടെക്നോളജി 10 ഇരട്ടി ഈൽഡ് കിട്ടാവുന്ന സംഭവങ്ങൾ. ഇനി ഡിസബിലിറ്റി ആൻഡ് ഇൻക്ലൂഷൻ, സപ്പോർട്ട് ഇനിഷ്യേറ്റീവ് ദാറ്റ് പ്രൊമോട്ട് ഡിസബിലിറ്റി ഇൻക്ലൂഷൻ. നമുക്കിപ്പോൾ കേരളത്തിൽ ഇപ്പോഴാണ് ആയി തുടങ്ങിയിട്ടുള്ളത്. എവിടെ ചെന്നാലും വീൽ ചെയറിൽ നമുക്കൊരു ഹോസ്പിറ്റലിലേക്കോ സർക്കാർ ഓഫീസുകളിലേക്കൊക്കെ കയറാവുന്ന ആ ഒരു റാമ്പൊക്കെ ക്രിയേറ്റ് ചെയ്ത് വന്നിരിക്കുന്നത് ഈ അടുത്ത കാലത്താണ്. ഞാൻ താമസിക്കുന്ന ഫ്ലാറ്റിന് പോലും ഈ അടുത്ത കാലത്താണ് ഞാൻ കാണുന്നത്, ഗ്രൗണ്ട് ഫ്ലോറിൽ വന്ന് വണ്ടി ഇട്ടിട്ട് ഒരു റാമ്പ് വഴി നമുക്ക് അങ്ങോട്ട് കയറാൻ പറ്റുന്ന അവസരത്തിലേക്ക് അതൊക്കെ ഉണ്ടാക്കിക്കൊണ്ട് വന്നത് ഈ അവയർനെസ് ചേഞ്ച് കൊണ്ടാണ്. ഇനി നമുക്കതുപോലെ തന്നെ നമുക്ക് വേണ്ടിയിട്ടുള്ള അധ്വാനിച്ചിട്ടുള്ള അല്ലെങ്കിൽ പണ്ട് അധ്വാനിച്ചിട്ടുള്ള പഴയ ആൾക്കാരെയൊക്കെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് അതിന് വേണ്ടിയിട്ടുള്ള പ്രസ്ഥാനങ്ങളൊക്കെ നമുക്ക് ഒരുപാട് സ്പോൺസർഷിപ്പ് കൊടുക്കുന്നുണ്ട്. പിന്നെ ക്രൈസിസ് ഹോട്ട് ലൈൻസ് പ്രൊവൈഡ് റിസോഴ്സസ് ഫോർ മെൻ്റൽ ഹെൽത്ത് ക്രൈസിസ് ഹോട്ട് ലൈൻസ്. സൂയിസൈഡിന് വേണ്ടിയിട്ടുള്ള ഇതൊക്കെ ആൾക്കാർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അവർക്കൊക്കെ വേണ്ടിയിട്ട് അതൊക്കെ ഒത്തിരി സ്പോൺസർ ചെയ്ത് ഇവൻ അൺനോൺ ആയിട്ട് പേരുകൾ പോലും അറിയുന്നില്ലാത്ത രീതിയിൽ ചെയ്യാറുണ്ട്. അതുകൂടാതെ ഇനി അടുത്തത് ആക്സസ് ടു ടെക്നോളജി ബ്രിഡ്ജ് ദ ഡിജിറ്റൽ ഡിവൈഡ് ഇൻ ടു അൺഡിസേർവ്ഡ് കമ്മ്യൂണിറ്റീസ്. അപ്പോൾ അൺഡിസേർവ്ഡ് ആയിട്ടുള്ള കമ്മ്യൂണിറ്റീസിന് ഇല്ലെങ്കിൽ അവർ ടെക്നോളജി ഉപയോഗിക്കുന്നില്ല. ഇപ്പോൾ എനിക്ക് തോന്നുന്നത് നിങ്ങളിതിപ്പോൾ ഇത് കാണുന്നുണ്ട്, പക്ഷേ മാസ് മുഴുവൻ കാണുന്നത് ഡാൻസും പാട്ടും എൻ്റർടൈൻമെൻറ്റുമാണ്. അപ്പം ഈ ഞാൻ നേരത്തെ പറഞ്ഞ വാക്ക് വീണ്ടും പറയുകയാണ്, ഈ 1% ആൾക്കാർ എപ്പോഴും ഇപ്പം ഞാനീ പറഞ്ഞതുപോലുള്ള മെറ്റീരിയൽ അന്വേഷിച്ച് പോകും. പക്ഷേ 99% ആൾക്കാരും എൻ്റർടൈൻമെൻറ്റിന് വേണ്ടി പോകും. അവർക്കെപ്പോഴും എൻ്റർടൈൻമെൻറ്റാണ് അവർ നോക്കുന്നത്, സമ്പത്തല്ല അവർ നോക്കുന്നത്. അതുപോലെ മറ്റൊന്നാണ് ലീഗൽ എയ്ഡ് ഫണ്ട് ഓർഗനൈസേഷൻസ് പ്രൊവൈഡിങ് ലീഗൽ എയ്ഡ് ദോസ് ഇൻ നീഡ്സ്. ഓക്കെ, വളരെ അത്യാവശ്യത്തിൽ നിൽക്കുന്ന ആൾക്കാർക്ക് ലീഗൽ എയ്ഡ് കൊടുക്കാനായിട്ട് ഒരുപാട് സഹായങ്ങൾ. അതുപോലെ തന്നെ സ്കോളർഷിപ്പ് ഫോർ സ്റ്റെം സപ്പോർട്ട് സ്റ്റെം എഡ്യൂക്കേഷൻ സ്കോളർഷിപ്സ്. അപ്പോൾ അവിടെ സയൻസിൻ്റെയും ടെക്നോളജിയുടെയും മാത്തമാറ്റിക്സിൻ്റെയൊക്കെ ഇൻവോൾവ്മെൻറ്റ് വരുന്നുണ്ട്. അടുത്തത് ലിറ്ററസി പ്രോഗ്രാംസ്, ഇൻവെസ്റ്റ് ഇൻ പ്രോഗ്രാംസ് ദാറ്റ് പ്രൊമോട്ട് ലിറ്ററസി. അവിടെയും നമുക്ക് പൈസ ഉള്ള ആൾക്കാരുടെ സഹായം ഒത്തിരി ഉണ്ട്. അതുപോലെ തന്നെ ഹ്യൂമൻ റൈറ്റ്സ് അഡ്വക്കേറ്റ്സ് ഫോർ ഈവൻ അവരതിന് ഫണ്ട് കൊടുക്കാൻ ഹ്യൂമൻ റൈറ്റ് ഓർഗനൈസേഷൻസിന് ഫണ്ട് ചെയ്യുകയൊക്കെ ചെയ്യുന്നുണ്ട്. മറ്റ് എൽഡർലി കെയർ, അത് നമ്മുടെ കേരളത്തിൽ ഏറ്റവും രൂക്ഷമായിക്കൊണ്ടിരിക്കുന്ന 70, 80, 85, 90 വയസ്സായ ആൾക്കാർക്ക് വേണ്ടിയിട്ടുള്ള സപ്പോർട്ട് ഇനിഷ്യേറ്റീവ്സ് ഫോർ എൽഡർലി കെയർ ആൻഡ് വെൽബീങ്. ഇതിനുവേണ്ടി തന്നെ പ്രവർത്തിക്കുന്ന ഒരുപാട് ഓർഗനൈസേഷൻസ് ഒക്കെ ഉണ്ടെന്നുള്ളതാണ്. ഒരുപക്ഷെ നമ്മുടെ ബ്രെയിൻ അതിന് ട്യൂൺ ചെയ്യാതെ നമ്മളത് കാണുന്നില്ലാത്തതായിരിക്കാം. കമ്മ്യൂണിറ്റി സെൻറ്റേഴ്സ് എസ്റ്റാബ്ലിഷ് കമ്മ്യൂണിറ്റി സെൻറ്റേഴ്സ് ഫോർ എൻറിച്ച്മെൻറ്റ്. ഒരുപാട് സ്ഥാപനങ്ങൾ സമ്പത്തുള്ള ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തും സമ്പത്തുള്ളവരുണ്ടാക്കിയതുണ്ട്. റെഫ്യൂജി അസിസ്റ്റൻസ് പ്രൊവൈഡ് റെഫ്യൂജി അസിസ്റ്റൻസ് റിസോഴ്സസ് ഫോർ റെഫ്യൂജി സപ്പോർട്ട്. ഇപ്പോൾ നമുക്കറിയാം ഈ ബർമയിലാണെങ്കിൽ മ്യാൻമറിൻ്റെ അടുത്തൊക്കെ ഒരുപാട് പേര് ജീവിക്കുന്ന തന്നെ വെള്ളത്തിലാണ്. റോഹിംഗ്യ മുസ്ലിംസ്, അവർക്കൊരു ലാൻഡ് ആരും അംഗീകാരം കൊടുക്കുന്നില്ല, പക്ഷേ ഹ്യൂമാനിറ്റേറിയൻ എയ്ഡ് കൊണ്ടാണ് അവർ ജീവിക്കുന്നത്. കരയിലിറങ്ങി പണിയെടുക്കാൻ പോലും സമ്മതിക്കുന്നില്ല. അതുപോലെ തന്നെ ക്യാൻസർ റിസർച്ച്, അപ്പോൾ ടാറ്റയൊക്കെ ചെയ്യുന്ന റിസർച്ച് ഫണ്ട് റിസർച്ച് ഫോർ ക്യാൻസർ പ്രിവെൻഷൻ ആൻഡ് ട്രീറ്റ്മെൻറ്റ്. അതിൻ്റെ ഫലമായിട്ടാവാൻ നമുക്കിപ്പോൾ ഒരു ഏതാണ്ട് 98% ക്യാൻസേഴ്സും ഐഡൻറ്റിഫൈ ചെയ്യുന്ന ക്യൂർ ചെയ്യപ്പെടുന്നുണ്ട്. 5 വർഷം മുമ്പ് ഇതായിരുന്നില്ല. ഒത്തിരി ഒരു വലിയ മാറ്റമാണ് നമുക്ക് ഈ ഫണ്ട് കൊണ്ടുണ്ടാകുക വരുന്ന മാറ്റം. അതുപോലെ തന്നെ മെൻ്റൽ ഹെൽത്ത് ഇനിഷ്യേറ്റീവ്സ് പ്രൊമോട്ട് മെൻ്റൽ ഹെൽത്ത് അവയർനെസ് ആൻഡ് സപ്പോർട്ട്. ഇപ്പോൾ നമ്മുടെ ശരീരത്തിൻ്റെ ഫിറ്റ്നസ് പോലെ തന്നെ മനസ്സിനൊരു ഫിറ്റ്നസ് ഉണ്ട്. ആ മാനസിക ഫിറ്റ്നസിനെ കുറിച്ച് ഒരുപാട് പേര് ഇന്ന് സംസാരിക്കാൻ തുടങ്ങിയിരിക്കുന്നു. അതിന് വേണ്ടിയിട്ട് ഫണ്ട് ചെയ്യാനൊക്കെ ഒരുപാട് പേര് മുന്നോട്ട് വന്നിരിക്കുന്നു. നമുക്ക് വീണ്ടും കൂടുതൽ ആന്ത്രപ്രനേഴ്സ് വരണം. കൾച്ചറൽ എക്സ്ചേഞ്ച് ഫെസിലിറ്റി കൾച്ചറൽ എക്സ്ചേഞ്ച് പ്രോഗ്രാംസ് പല രാജ്യങ്ങളുമായിട്ടും യൂത്ത് അങ്ങോട്ട് പോകുന്നതും യൂത്ത് ഇങ്ങോട്ട് വരുന്നതിനൊക്കെ സ്പോൺസർ ചെയ്യുന്നു. അതുപോലെ തന്നെ യൂത്ത് സ്പോർട്സ് സപ്പോർട്ട് യൂത്ത് സ്പോർട്സ് പ്രോഗ്രാംസ് അതിനെ ഫെസിലിറ്റേറ്റ് ചെയ്യുന്നു. ഇനി സ്റ്റെം ക്യാമ്പ്സ്, അപ്പോൾ അവിടെ സ്റ്റെമ്മിൻ്റെ ഇതിന് വേണ്ടിയിട്ടുള്ള സയൻസും ടെക്നോളജിയും മാത്തമാറ്റിക്സും ഒക്കെ വരുന്ന ക്യാമ്പ്സ് വരുന്നതിന് വേണ്ടിയിട്ട് ചെയ്യുന്നുണ്ട്. ഹാക്കത്തോൺസ് ഒക്കെ സംഘടിപ്പിക്കുന്നുണ്ട്. ഇനി ക്ലിയർ എയർ ഇനിഷ്യേറ്റീവ്സ്, നല്ല എയർ കിട്ടാനായിട്ട് ഫണ്ട് എഫേർട്ട് ഫോർ കോമ്പാറ്റ് എയർ പൊല്യൂഷൻ, അതിന് വേണ്ടിയിട്ട് ഒരുപാട് ഫണ്ട് ചെയ്യുന്നുണ്ട്. ആനിമൽ വെൽഫെയറിന് വേണ്ടി സപ്പോർട്ട് ആനിമൽ ഷെൽട്ടേഴ്സ് ആൻഡ് അഡ്വക്കസി. അതുപോലെ തന്നെ അഫോർഡബിൾ ചൈൽഡ് കെയർ, ഇൻവെസ്റ്റ് ഇൻ അഫോർഡബിൾ ചൈൽഡ് കെയർ. ഇതിനൊക്കെ വേണ്ടിയിട്ട് നമുക്ക് നമ്മുടെ പല ഇന്ത്യയിൽ പോലും പല ബില്യനേഴ്സ് അവരുടെ സമ്പത്തിൻ്റെ പ്രധാന ഭാഗം അതിന് വേണ്ടിയിട്ട് വിനിയോഗിച്ചേക്കുന്നത് കാണാം. ടെക്നോളജി എഡ്യൂക്കേഷൻ പ്രൊമോട്ട് ടെക് എഡ്യൂക്കേഷൻ ഫോർ ഓൾ ഏജസ്. പ്രായമായവർക്ക് പോലും അവർക്ക് വേണ്ടി മാത്രം നടത്തുന്ന സ്ഥാപനത്തിൽ പോലും
അതുപോലെ തന്നെ പ്രിസൺ റിഫോംസ്. കുറ്റവാളികൾ അവരുടെ ജന്മനായുള്ള ജീവിത സാഹചര്യങ്ങൾ കൊണ്ടാണ് കുറ്റവാളികളായത്. അപ്പോൾ എപ്പോഴും പ്രിസൺ ഒരു ഹോസ്പിറ്റൽ പോലെ ആയിരിക്കണം, അവരെ റിഫോം ചെയ്യണം എന്ന് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന, അതിന് അഡ്വക്കേറ്റ് ഫോർ ആൻഡ് ഒരു ക്രിമിനൽ ജസ്റ്റിസ് സിസ്റ്റത്തിന് വേണ്ടിയും പ്രിസൺ റിഫോംസിന് വേണ്ടിയിട്ടൊക്കെ ഒരുപാട് ഫണ്ട് ചെയ്യുന്ന ആൾക്കാരുണ്ട്. ഹ്യൂമാനിറ്റേറിയൻ എയ്ഡ്, പ്രൊവൈഡിങ് എയ്ഡ് ഫോർ ഗ്ലോബൽ ക്രൈസിസിന് അതിന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട്. ഇനി അതുപോലെ തന്നെ ക്ലീൻ ഓഷ്യൻ ഇനിഷ്യേറ്റീവ്സ്, അതിനും ഫണ്ട് മുടക്കുന്ന ഒരുപാട് എൻട്രപ്രനേഴ്സ് ഉണ്ട്. ഫണ്ട് എഫേർട്സ് ടു കോമ്പാക്ട് ഓഷ്യൻ പൊല്യൂഷൻ. ഇനി അതുപോലെ തന്നെ മെറ്റേണൽ ഹെൽത്ത്, പ്രസവമായിട്ട് ബന്ധപ്പെട്ട പർട്ടിക്കുലർലി സാമ്പത്തികമായിട്ട് ദുരിതം അനുഭവിക്കുന്ന സപ്പോർട്ട് മെറ്റേണൽ ആൻഡ് ചൈൽഡ് ഹെൽത്ത് പ്രോഗ്രാംസ്. ഓർഫനേജ് സപ്പോർട്ട്, പണ്ട് ഇത് ഒത്തിരി വേണമായിരുന്നു, ഇപ്പോൾ നമുക്കതിൻ്റെ ആവശ്യം കുറഞ്ഞു വരുവാണ്. പക്ഷേ എന്നാലും ഈ ലെസ് പ്രിവിലേജ്ഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് പല വിധത്തിലുള്ള ഈടുകൾ കൊടുക്കാനായിട്ട് ലോകത്തിൻ്റെ ഒരുപാട് ഭാഗത്തുനിന്ന് നമുക്ക് ഫണ്ടുണ്ട്. ഫണ്ട് ഓർഫനേജസ് ആൻഡ് കെയർ ഫെസിലിറ്റീസ്. ഇനി അതുപോലെ തന്നെ റീഫർബിഷ്ഡ് പബ്ലിക് സ്പേസസ്, ബ്യൂട്ടി ആൻഡ് റീഫർബിഷ്ഡ് പബ്ലിക് പ്ലേസസ്. പലപ്പോഴും വെയിൽ കൊണ്ട് ഇല്ല മഴ നനഞ്ഞ് നിൽക്കുന്ന ആൾക്കാർക്ക് വേണ്ടി ഷെഡ് കെട്ടിയിട്ട് കൊടുക്കാനും ഷെൽട്ടേഴ്സ് കൊടുക്കാനും വാഹനങ്ങൾ കൊണ്ട് നിർത്താനുള്ള സൗകര്യങ്ങളൊക്കെ ചില ആൾക്കാർ അവരുടെ പ്രോപ്പർട്ടിയിൽ നിന്ന് ഡൊണേറ്റ് ചെയ്യുന്ന സംഭവങ്ങളൊക്കെ ഉണ്ട്. ആക്സസിബിൾ ട്രാൻസ്പോർട്ടേഷൻ, ഇൻവെസ്റ്റ് ഇൻ ആക്സസിബിൾ ട്രാൻസ്പോർട്ടേഷൻ ആൻഡ് സൊല്യൂഷൻസ്. പലപ്പോഴും നമുക്ക് ആൾക്കാർക്ക് വഹിക്കാവുന്ന രീതിയിലുള്ള ട്രാൻസ്പോർട്ടേഷൻ സൊല്യൂഷൻസ്. അതുപോലെ തന്നെ വളർന്നു വരുന്നൊരു വലിയ അവയർനെസ്സാണ് ഇറാഡിക്കേറ്റ് ചൈൽഡ് ലേബർ, കുഞ്ഞുങ്ങളെ കൊണ്ട് ജോലി ചെയ്യിക്കുന്ന സപ്പോർട്ട് ഇനിഷ്യേറ്റീവ്സ് അഗൈൻസ്റ്റ് ചൈൽഡ് ലേബർ. അങ്ങനെ കുഞ്ഞുങ്ങളെ കൊണ്ട് ഉണ്ടാക്കിക്കുന്ന ഒരു കടയിലോ ഒരു സാധനം വാങ്ങിക്കുന്നില്ല എന്നുള്ളത് ലോകം മുഴുവനുള്ള ഒരു തിരിച്ചറിവാണ്. ഒരു കൊച്ചിനെ കൊണ്ട് ജോലി ചെയ്യിക്കുന്ന ഇവിടെ കണ്ടാലും ആൾക്കാർ അപ്പം തന്നെ അത് ശ്രദ്ധിച്ച് നോക്കുന്നു. അപ്പോൾ കുട്ടികളുണ്ടെങ്കിൽ അവർക്ക് നല്ല എഡ്യൂക്കേഷൻ കൊടുക്കണം എന്നുള്ളതിൽ നമ്മൾ മാറിക്കൊണ്ടിരിക്കുകയാണ്. അടുത്തത് ഇക്കണോമിക് എംപവർമെൻറ്റ് ആൻഡ് നമുക്ക് പലപ്പോഴും ജോബ് ട്രെയിനിങ്ങിന് വേണ്ടിയിട്ട്, ഇക്കണോമിക് ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ട് ഇന്ത്യ ഒരു സ്കിൽ ക്യാപിറ്റലാകാനായിട്ടുള്ള ശ്രമങ്ങൾ ഇങ്ങനെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ കോൺഫ്ലിക്റ്റ് റെസൊല്യൂഷൻ, സപ്പോർട്ട് ഫോർ പീസ് ബിൽഡിംഗ് ആൻഡ് കോൺഫ്ലിക്റ്റ് റെസൊല്യൂഷൻ എഫേർട്സ്, അതിന് വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്നവർ. അടുത്ത കാലത്ത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുള്ള ഒരു കാര്യമായിരിക്കും നമ്മുടെ ഈ LGBT റൈറ്റ്സിനും അഡ്വക്കേറ്റ് ഫോർ. ജനറ്റിക് റീസൺസും കൊണ്ടും ബയോളജിക്കൽ റീസൺസും കൊണ്ടും സംഭവിക്കുന്ന അവരുടെ മനസ്സറിവില്ലാത്ത കാര്യങ്ങൾക്ക് അവരെ ശിക്ഷിക്കരുത്, അവരുടെ ഒരു സഹതാപത്തോടു കൂടി വേണം അത് പ്രവർത്തിക്കാനെന്നുള്ളത്, അവരെ ഒരു പ്രത്യേക വിവേചനം പാടില്ല എന്നുള്ള റൈറ്റ് എല്ലാ സ്ഥലത്തും ഇപ്പം പതിയെ അംഗീകരിച്ച് വരുന്നുണ്ട്. മറ്റേ അവരെ കുറ്റവാളികളെ പോലെ അവരെ ട്രീറ്റ് ചെയ്തുകൊണ്ടിരുന്നതാണ്. അതുപോലെ പ്രൊമോട്ട് ഡെമോക്രസി ആൻഡ് സപ്പോർട്ട് ഡെമോക്രസി, അവിടെ നമുക്കത് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരുപാട് ഇനിഷ്യേറ്റീവ്സ്. ഓഷ്യൻ കൺസർവേഷൻ ഇപ്പോൾ അടുത്ത കാലത്ത് ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഫണ്ട് മറൈൻ കൺസർവേഷൻ പ്രോജക്ട്സ്. അതുപോലെ റിന്യൂവബിൾ എനർജി ആക്സസ്, അവിടെ പ്രൊവൈഡ് ആക്സസ് ടു റിന്യൂവബിൾ എനർജി ഇൻ ഡെവലപ്പിംഗ് ഏരിയാസ്. അതുപോലെ തന്നെ പുതിയതായിട്ട് നിങ്ങൾ അറിയുന്ന ആർട്ടിക് ഏരിയയിൽ അല്ലെങ്കിൽ അന്റാർട്ടിക്കൻ ഏരിയയിൽ കൺസർവേഷൻ, സപ്പോർട്ട് ഫോർ ആർട്ടിക് കൺസർവേഷൻ എഫേർട്സ്. അതുപോലെ തന്നെ അടുത്ത കാലത്ത് വന്നുകൊണ്ടിരിക്കുന്നതാണ് വെറ്റിനറി ക്ലിനിക്സിൻ്റെ എണ്ണം കൂടുന്നത്. ഫണ്ട് വെറ്റിനറി ക്ലിനിക്സ് ഫോർ ആനിമൽ കെയർ. അതുപോലെ ഡിസാസ്റ്റർ റെസിലിയൻ്റ് ഹൗസിംഗ്, അപകടങ്ങൾ വരാതിരിക്കാനുള്ള വീടിൻ്റെതും അതിൻ്റെ ടെക്നോളജി. റെസിലിയൻ്റ് ഹൗസിംഗ് ഇൻ ഡിസാസ്റ്റർ പ്രോൺ ഏരിയാസ്. അതുപോലെ മറ്റൊരിതാണ് പ്രൊമോട്ട് ഫെയർ ട്രേഡ്, എപ്പോഴും ഫെയർ ട്രേഡ് ആയിരിക്കണം, അഡ്വക്കേറ്റ് ഫോർ ഫെയർ ട്രേഡ്. ആൻഡ് സ്പേസ് എക്സ്പ്ലോറേഷൻ, സപ്പോർട്ട് സയൻറ്റിഫിക് റിസർച്ച് ഇൻ സ്പേസ് എക്സ്പ്ലോറേഷൻ. അതിനെയും കുറച്ചുകൂടെ കൂടുതൽ വർദ്ധിക്കാൻ പോവുകയാണ്. ആൻറ്റി പോവർട്ടി പ്രോഗ്രാംസ്, ഈവൻ ദാറ്റ്സ് റീച്ചിങ് ടു ആഫ്രിക്ക. ഫണ്ട് പ്രോഗ്രാംസ് ടു അലിവിയേറ്റ് പോവർട്ടി. ഗ്രീൻ ട്രാൻസ്പോർട്ടേഷൻ, ഇൻവെസ്റ്റ് ഇൻ ഇക്കോ ഫ്രണ്ട്ലി ട്രാൻസ്പോർട്ടേഷൻ സൊല്യൂഷൻസ്. നമ്മൾ ഇക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ള ട്രാൻസ്പോർട്ടേഷൻ സൊല്യൂഷൻ വളരെ വൈഡായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. സപ്പോർട്ട് ഇൻഡിജീനിയസ് കമ്മ്യൂണിറ്റീസ് ആൻഡ് എംപവർ ഇൻഡിജീനിയസ് തോട്ട് ആൻഡ് ദെയർ ഡെവലപ്മെൻറ്റ്. മറ്റൊരു ഏരിയ ആൻട്രപ്രനേഴ്സ് സഹായിക്കുന്ന അഡ്വക്കേറ്റ് ഫോർ വിമൻസ് റൈറ്റ്, പ്രൊമോട്ട് വിമൻസ് റൈറ്റ്സ് ആൻഡ് ജെൻഡർ ഇക്വാലിറ്റി. രണ്ടാമത്തെ പ്രാവശ്യമാണ് എടുത്ത് പറയുന്നത്. സപ്പോർട്ട് സയൻസ് ആൻഡ് എഡ്യൂക്കേഷൻ, ഫണ്ട് സയൻസ് എഡ്യൂക്കേഷൻ ഇനിഷ്യേറ്റീവ്സ്. നമ്മുടെ ഇപ്പോൾ ഈ മന്ത്രവാദങ്ങൾ, ബ്ലാക്ക് മാജിക് പോലുള്ള അന്ധവിശ്വാസങ്ങളിൽ നിന്നെല്ലാം മനുഷ്യനെ പുറത്തേക്ക് കൊണ്ടുവരാനായിട്ട് ഉള്ള ഏറ്റവും പ്രധാനപ്പെട്ട വഴി എന്ന് പറഞ്ഞാൽ സയൻസ് എഡ്യൂക്കേഷനാണ്. ഇനി എയ്ഡ് ഫോർ പേഴ്സൺസ് വിത്ത് ഡിസബിലിറ്റീസ്, ഫിസിക്കലി ചാലഞ്ച്ഡ് പീപ്പിൾ ഓർ മെൻ്റലി ചാലഞ്ച്ഡ് പീപ്പിൾ. അതിന് വേണ്ടിയിട്ട് ഒരുപാട് ഇനിഷ്യേറ്റീവ്സ് എടുത്ത് നിങ്ങൾ മൈൻഡിനെ ട്യൂൺ ചെയ്തിട്ട് നോക്കി അതിൻ്റെ ഒരുപാട് സെൻറ്റേഴ്സ് കാണാം. ഇനി പ്രിസർവ് കൾച്ചറൽ ഹെറിറ്റേജ്, പ്രിസർവ് പ്രൊട്ടക്ട് കൾച്ചറൽ ഹെറിറ്റേജ് സൈറ്റ്സ്.
അത് കംപ്ലീറ്റ്ലി ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇനി അതുപോലെ തന്നെ വൈൽഡ് ലൈഫ് കൺസർവേഷൻ, വൈൽഡ് ലൈഫ് കൺസർവേഷൻ എഫേർട്സ്. ആൻഡ് ഇപ്പോൾ കണ്ടുവന്നുകൊണ്ടിരിക്കുന്ന ഒരു വലിയ മാറ്റമാണ്, ലോകത്തിന് മനസ്സിലായി തുടങ്ങി, ഫോസ്റ്റർ ആന്ത്രപ്രണർഷിപ്പ്, സപ്പോർട്ട് ആന്ത്രപ്രണർഷിപ്പ് പ്രോഗ്രാംസ് ആൻഡ് സ്റ്റാർട്ടപ്സ്, അതിനെ വലിയ കെയറോടുകൂടി. ഇനി HIV ആൻഡ് എയ്ഡ്സ് അവയർനെസ്, പ്രൊമോട്ട് അവയർനെസ് ആൻഡ് ഫണ്ട് HIV ആൻഡ് എയ്ഡ്സ് ഇനിഷ്യേറ്റീവ്സ്. അതുകൊണ്ട് തന്നെ ഒരുപാട് കുറഞ്ഞു തുടങ്ങി അസുഖം. ഇനി ക്ലീൻ എനർജി റിസർച്ച്, ഇൻവെസ്റ്റ് ഇൻ ക്ലീൻ എനർജി, അത് നല്ല ഒരു ഏരിയ ആയിട്ട് ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇനി ഫുഡ് സെക്യൂരിറ്റിയെക്കുറിച്ചുള്ള, ഇപ്പോൾ എല്ലാവർക്കും അതിനെക്കുറിച്ചുള്ള അവയർനെസ് വന്നിട്ടുണ്ട്. സപ്പോർട്ട് ഇനിഷ്യേറ്റീവ് ടു എൻഷുർ ഫുഡ് സെക്യൂരിറ്റി, എല്ലാവർക്കും അതിനുള്ളൊരു അവകാശം. ഇനി പ്രൊമോട്ട് സിവിക് എൻഗേജ്മെൻറ്റ്, എൻകറേജ് സിവിക് പാർട്ടിസിപ്പേഷൻ അവയർനെസ്. എനിക്ക് തോന്നുന്നു ഈ പഞ്ചായത്തിൻ്റെ പ്രവർത്തനങ്ങളൊക്കെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരുപാട് മാറിയിട്ടുണ്ട്. ഇനി പ്രൊമോട്ട് സസ്റ്റൈനബിൾ ടൂറിസം, അഡ്വക്കേറ്റ് ഫോർ സസ്റ്റൈനബിൾ ടൂറിസം പ്രാക്ടീസസ്. നിലനിന്ന് പോകുന്ന ഈ ടൂറിസത്തെക്കുറിച്ച് തന്നെ എനിക്ക് തോന്നുന്നു നിങ്ങൾക്കൊരു ഒരു വലിയ സാധ്യത തരേണ്ടിയിരിക്കുന്നു. ഞാൻ തരാം മറ്റൊരു ഇതിനകത്ത്. അടുത്തത് റൂറൽ ഡെവലപ്മെൻറ്റ്, ഫണ്ട് പ്രോജക്റ്റ് ഫോർ റൂറൽ ആൻഡ് ഇക്കണോമിക് ഡെവലപ്മെൻറ്റ്. ഇനി അതുപോലെ തന്നെ സ്പേസ് ബേസ്ഡ് ടെക്നോളജി, ഇൻവെസ്റ്റ് ഇൻ സ്പേസ് ബേസ്ഡ് ടെക്നോളജീസ് ഫോർ എർത്ത് ആപ്ലിക്കേഷൻസ്. സ്പേസിൽ നമുക്ക് ഓരോ വീട്ടുകാർക്ക് പോലും ഇനി വേണമെങ്കിൽ സ്പേസ് എടുക്കാവുന്ന, ട്രാൻസ്പോണ്ടേഴ്സ് എടുക്കാവുന്ന ലെവലിലേക്ക് വരും. സപ്പോർട്ട് ഇൻഡിജീനിയസ് ആർട്ട്, പ്രൊമോട്ട് ഇൻഡിജീനിയസ് ആർട്ട് ആൻഡ് കൾച്ചർ, അത് വന്നിട്ടുണ്ട്. ഇനി എമർജൻസി മെഡിക്കൽ സർവീസസ്, അതിനും ഒരുപാട് ഇതൊക്കെ ഡെവലപ്പ് ചെയ്ത് വരുന്നത്, ഇപ്പോൾ ഈ കാണുന്നതൊക്കെ ഡെവലപ്പ് ചെയ്ത് വന്നിട്ടുള്ള നമുക്ക് മുൻപുണ്ടായിരുന്ന ആന്ത്രപ്രണേഴ്സിൻ്റെ പണം കൊണ്ടും അവർ കൊടുത്തിട്ടുള്ള ടാക്സ് കൊടുത്തുകൊണ്ട് അവർ കൊടുത്തിട്ടുള്ള ഐഡിയയും അവർ കൊടുത്തിട്ടുള്ള സപ്പോർട്ടുമാണ്. ഇപ്പം നമ്മളുടെ ഉത്തരവാദിത്വമാണ് ഇതിനെ അടുത്ത ലെവലിലേക്ക് എത്തിച്ചിട്ട് ഈ നാട്ടിൽ നിന്ന് പോകാനായിട്ട്. നമ്മുടെ ലൈഫ് നമ്മൾ കഴിയുമ്പം ഇതിനെ അടുത്ത ലെവലിൽ എത്തിക്കാനുള്ളൊരു ഉത്തരവാദിത്വം നമുക്കുണ്ട്. അതുപോലെ തന്നെ ഫണ്ട് എമർജൻസി മെഡിക്കൽ സർവീസസ് ഫോർ അണ്ടർ ഡിസേർവ്ഡ് ഏരിയാസ്, പ്രിസർവ് എൻഡേഞ്ചേർഡ് സ്പീഷീസ് ആൻഡ് കോൺട്രിബ്യൂട്ട് ടു ദ പ്രിസർവേഷൻ ഓഫ് എൻഡേഞ്ചേർഡ് സ്പീഷീസ്. അങ്ങനെയുള്ള ജീവികളെ സംരക്ഷിക്കാനായിട്ട് ചൈൽഡ് പ്രൊട്ടക്ഷൻ, സപ്പോർട്ട് ചൈൽഡ് പ്രൊട്ടക്ഷൻ പ്രോഗ്രാംസ് ആൻഡ് അഡ്വക്കസി. കുട്ടികൾ സമൂഹത്തിൻ്റെ വക്താക്കളാണ്, സമൂഹത്തിൻ്റെ സ്വത്താണ്, ആ രീതിയിൽ എല്ലാവരും കാണുന്ന ഒരു അവസ്ഥയിലേക്ക് ലോകം മാറിക്കൊണ്ടിരിക്കുകയാണ്. റിന്യൂവബിൾ എനർജി ഇൻഫ്രാസ്ട്രക്ചർ, ഇൻവെസ്റ്റ് ഇൻ റിന്യൂവബിൾ എനർജി ഇപ്പോൾ കാണുന്ന ഇൻഫ്രാസ്ട്രക്ചറൊക്കെ നമുക്ക് മുമ്പ് ഉണ്ടായിരുന്ന പണം ഉണ്ടായിട്ടുള്ള ആൾക്കാരുടെ ഇനിഷ്യേറ്റീവ്സാണ്, നമുക്ക് അടുത്തതിലേക്ക് കൊണ്ടുപോകാനുള്ള കടപ്പാടുണ്ട്. പ്രൊമോട്ട് ഫിലാന്ത്രോപ്പി, എൻകറേജ് അതേഴ്സ് ടു എൻഗേജ് ഇൻ ഫിലാന്ത്രോപ്പി. ഈ ഫിലാന്ത്രോപ്പിക്കുള്ള കാര്യങ്ങൾ ഇപ്പം ഞാൻ പറയുന്നതും മറ്റുള്ളവർ ചെയ്യുന്ന ഒരുപാട് ഞാൻ എടുത്തു പറയാറുണ്ട്. അതേപോലെ തന്നെ ഞാനും ലൈഫ് ലൈനും എല്ലാം ചെയ്യാറുണ്ട്. എൻ്റെ പ്രോഗ്രാമിൽ വരുന്ന ആൾക്കാരും എല്ലാം ചേർന്നിട്ട് നമ്മൾ വലിയ രീതിയിൽ ഫിലാന്ത്രോപ്പി ചെയ്യുന്നുണ്ട്. കാരണം അതിനെക്കുറിച്ച് പറഞ്ഞാലാണ് നിങ്ങൾക്കൊരു മോട്ടിവേഷൻ, മറ്റുള്ളവർക്കൊരു മോട്ടിവേഷൻ ഇത് കൂടുതൽ ചെയ്യാനായിട്ട്. ഒരു കാര്യം മനസ്സിലാക്കുന്നത്, നമ്മൾ മറ്റുള്ളവർക്ക് കൊടുക്കുന്നത് കൂടുമ്പോഴാണ് നമുക്ക് സമ്പത്ത് ഒരുപാട് വരുന്നത്. നമ്മളിങ്ങനെ കയ്യിൽ പിടിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് നമുക്ക് സമ്പത്ത് വരത്തില്ല. എപ്പോഴും നമ്മൾ കൊടുക്കുന്നത് കൂട്ടിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ വരുന്നത് കൂടിക്കൊണ്ടിരിക്കും. സോ എറാഡിക്കേറ്റ് ഹ്യൂമൻ ട്രാഫിക്കിംഗ്, സപ്പോർട്ട് എഫേർട്ട് ടു കോമ്പാക്ട് ഹ്യൂമൻ ട്രാഫിക്കിംഗ്. എല്ലാവിധത്തിലുള്ള മനുഷ്യരിൽ ട്രേഡ് ചെയ്യുന്ന, അത് കുട്ടികളെ ആണെങ്കിലും ശരി, റെഫ്യൂജി ആണെങ്കിലും ശരി, സെക്സ് സ്ലേവറി ആണെങ്കിലും ശരി, അതെല്ലാം സമൂഹത്തിനെതിരെയുള്ള ഒഫൻസായിട്ട് നമ്മൾ ലോകം മുഴുവനും വിലയിരുത്തി അതിനു വേണ്ടിയിട്ട് ഫണ്ടും സഹായങ്ങളും എത്തിക്കുന്നുണ്ട്. ഇനി അതുപോലെ തന്നെ മൃഗങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള സർവീസ്, വെറ്റിനറി കെയറിന് വേണ്ടിയിട്ടുള്ള സർവീസസ് ഞാൻ റിപ്പീറ്റ് ചെയ്ത് പറയുന്നതിൻ്റെ ഇമ്പോർട്ടൻസ് കൂടാൻ വേണ്ടിയിട്ടാണ്. ഇനി റിന്യൂവബിൾ പാക്കേജിങ്, നല്ലതായിട്ടുള്ള പാക്കേജിങ് കൊടുക്കുക, ഇക്കോ ഫ്രണ്ട്ലി പാക്കിംഗ്. അതുപോലെ തന്നെ റീഫോറസ്റ്റേഷൻ, നമ്മൾ ഫോറസ്റ്റ് അതിന് പറ്റിയ മരങ്ങൾ, ഇപ്പം ഞാൻ ഇനിഷ്യേറ്റീവ് എടുത്ത് വെക്കുന്ന എല്ലാ ടൗൺഷിപ്പിനകത്തും നമ്മളതിനെ പ്രകൃതിയായിട്ട് ഏറ്റവും ചേർന്ന് നിൽക്കുന്ന രീതിയിൽ പ്രത്യേകമായിട്ടും ഫലവൃക്ഷങ്ങൾ, 100ഓളം ഫലവൃക്ഷങ്ങൾ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്തിട്ടുണ്ട്. എക്സോട്ടിക് ഫ്രൂട്ട് ഗാർഡൻ എന്നാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ അതിനെ കൂടെ കൊണ്ടുവന്നുകൊണ്ടാണ് വാട്ടർ മാനേജ് ചെയ്ത് മണ്ണൊന്നും എടുത്ത് മാറ്റാതെ അവിടെ ഉള്ളതിനെ പൂർണ്ണമായിട്ടും കൺസേർവ് ചെയ്ത് അതോടൊപ്പം തന്നെ അതിനെ ഒരു കംപ്ലീറ്റ്ലി പ്രകൃതിയെ എൻജോയ് ചെയ്യാവുന്ന രീതിയിലുള്ള ഗവേഷണങ്ങൾ നടത്തി മറ്റുള്ളവർ ചെയ്തേക്കുന്ന അതിൻ്റെ അറിവെല്ലാം ഉൾപ്പെടുത്തിയിട്ടാണ് ചെയ്യുന്നത്. ഇനി ഇറാഡിക്കേറ്റ് ചൈൽഡ് മാരേജ് നമ്മുടെ നാട്ടിൽ ഒരുപാട് കുറഞ്ഞു. എന്നാലും പറയുകയാണ്, മാരേജിനല്ല ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. നമ്മൾ പഠനം നടത്തി ഒരു ജോലിയാണ്. ഫസ്റ്റ് സ്വന്തം കാലിൽ നിൽക്കാൻ പറ്റുന്ന ആൾക്കാർ ബോയ് ആൻഡ് ഗേൾ, എന്നിട്ട് വേണം അവരുടെ കല്യാണം നമ്മൾ നടത്താനായിട്ട്. സപ്പോർട്ട് ഇനിഷ്യേറ്റീവ്സ് അഗൈൻസ്റ്റ് ചൈൽഡ് മാരേജ്. അപ്പോൾ അതും സമ്പന്നർ, ഇതിനു മുമ്പുള്ള സമ്പന്നർ ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. ആക്സസിബിൾ ടെക്നോളജി, പ്രൊമോട്ട് ടെക്നോളജി ഫോർ ഇൻഡിവിജ്വൽസ് വിത്ത് ഡിസബിലിറ്റീസ്.
അവർക്ക് ഡിസബിലിറ്റീസ് ഉള്ള ആൾക്കാർക്ക്, ചലഞ്ചഡ് ആൾക്കാർക്ക് വേണ്ടിയിട്ട് മാത്രം നമുക്ക് ടെക്നോളജി ഒരുപാട് ഉപയോഗിക്കാനുണ്ട്. കൾച്ചറൽ എക്സ്ചേഞ്ച് സ്കോളർഷിപ്പ് പ്രൊവൈഡ് സ്കോളർഷിപ്പ് ഫോർ കൾച്ചറൽ എക്സ്ചേഞ്ച് പ്രോഗ്രാംസ്. ഇനി സപ്പോർട്ട് മ്യൂസിക് എഡ്യൂക്കേഷൻ ആൻഡ് ഫണ്ട് മ്യൂസിക് എഡ്യൂക്കേഷൻ പ്രോഗ്രാംസ്. സപ്പോർട്ട് മെൻ്റൽ ഹെൽത്ത് അഡ്വക്കസി, പ്രൊമോട്ട് അവയർനെസ് ആൻഡ് അഡ്വക്കസി. അതേപോലെ തന്നെ പ്രൊമോട്ട് സസ്റ്റൈനബിൾ ഫിഷിംഗ്. ഇത് വലിയൊരു ഏരിയയാണ്. അഡ്വക്കേറ്റ് ഫോർ സസ്റ്റൈനബിൾ ഫിഷിംഗ് ആൻഡ് ഈവൻ ഇൻലാൻഡ് ഫിഷിംഗ്, നമ്മൾ ഫിഷിനെ വളർത്തുന്നതും അതും നമ്മളെടുക്കുന്ന പല പ്രോജക്റ്റിലും ഫിഷിങ്ങും കൂടെ നമ്മളൊരു ഇതായിട്ട്, കാരണം നമുക്ക് ഉല്ലാസം വരാനും നമ്മുടെ കുട്ടികൾക്കൊക്കെ അവിടെ എൻജോയ് ചെയ്യാനും കൂടെ വേണ്ടുന്ന ഒരു പ്രധാനപ്പെട്ട ഇതാണ്. ഇനി കമ്മ്യൂണിറ്റി ഗാർഡൻസ്, സപ്പോർട്ട് കമ്മ്യൂണിറ്റി ഗാർഡൻസ്, എല്ലാവർക്കും കൂടെ ഉപയോഗിക്കാൻ പറ്റുന്ന ഗാർഡൻസ്, എല്ലാ ഇതുമുള്ള ഒരു സൗകര്യങ്ങൾ. ഇനി റിന്യൂവബിൾ ട്രാൻസ്പോർട്ടേഷൻ, നമുക്ക് അത് ഏർപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ അവിടേക്കൊക്കെ ഒരുപാട് ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടതാണ്. ഇനി നമ്മൾ വീണ്ടും കൊടുത്തുകൊണ്ടിരിക്കുന്നത് ആക്സസ് ടു ലീഗൽ സർവീസസ്, ഫണ്ട് ലീഗൽ സർവീസസ് ഫോർ അണ്ടർ സെർവ്ഡ് ആയിട്ടുള്ള കമ്മ്യൂണിറ്റീസ്. ചിലപ്പോൾ പലപ്പോഴും ലീഗൽ പ്രൊട്ടക്ഷൻ കിട്ടാതെ ജയിലുകളിൽ കിടക്കുന്ന ആൾക്കാർ ഒരുപാടുണ്ടാവും. ഇനി പ്രൊമോട്ട് സസ്റ്റൈനബിൾ ഫാഷൻ, അഡ്വക്കേറ്റ് ഫോർ ഇക്കോ കോൺഷ്യസ് ഫാഷൻ, സപ്പോർട്ട് ഫോർ ഗ്രീൻ ബിൽഡിംഗ്, ഫണ്ട് ഗ്രീൻ ബിൽഡിംഗ് പ്രോജക്റ്റ്. ഇതിനെക്കുറിച്ചൊക്കെ സ്വല്പ ദിവസം പഠിച്ചു കഴിയുമ്പോഴത്തേക്ക് നിങ്ങളുടെ ബ്രെയിൻ ട്യൂൺഡ് ആകും. ആൻഡ് ക്ലീൻ ഡ്രിങ്കിങ് വാട്ടർ. അതുപോലെ തന്നെ ആർട്സ് ഇൻ എഡ്യൂക്കേഷൻ, സപ്പോർട്ട് ആർട്സ് ആൻഡ് എഡ്യൂക്കേഷൻ ഇൻ സ്കൂൾസ്. ഇൻക്ലൂസീവ് സ്പോർട്സ്, അപ്പോൾ ചലഞ്ചഡ് ആയിട്ടുള്ള ആൾക്കാർക്കും കിട്ടണം. പ്രൊമോട്ട് ഇൻ്റർഫെയ്ത്ത് ഡയലോഗ്, അത് വളരെ വലിയൊരു കാര്യമാണ്. ഇൻ്റർഫെയ്ത്ത്, ഒരു മതം ഒരു ഇത് പറയുന്നതിന് പകരം മറ്റു മതങ്ങളെക്കുറിച്ച്, ഇപ്പം ഞാൻ ജന്മന ഹിന്ദു ആണെങ്കിൽ ബൈബിളും ഖുറാനും വായിക്കാൻ എനിക്ക് ബാധ്യതയുണ്ട്, അല്ലാതെ ഞാൻ അതിനെക്കുറിച്ച് പറയാനായിട്ട് സാധിക്കില്ല. അപ്പോൾ മറ്റുള്ളവരെ മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് പറയാനായിട്ട് പറ്റണം. ഇപ്പം ഇൻഷാ അല്ലാഹ് എന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്, അല്ലെങ്കിൽ പിന്നെ നമ്മൾ എന്തെങ്കിലും പറയുന്ന ഒരു പ്രാർത്ഥനയുടെ അർത്ഥം എന്താണ്, അതല്ലെങ്കിൽ അസ്സലാമു അലൈക്കും, പീസ് അപ്പോൺ യു, നമ്മൾ അത് അതിൻ്റെ അർത്ഥം എന്താണെന്ന് മനസ്സിലാക്കുമ്പോഴത്തേക്കാണ് നമുക്ക് ആ അണ്ടർസ്റ്റാൻഡിങ്, ആ ഒരു ഇൻ്റർഫെയ്ത്ത് ഡയലോഗ് കൂടുതൽ വരുന്നത്. സോ സപ്പോർട്ട് ഇനിഷ്യേറ്റീവ് ഫോർ ഇൻ്റർഫെയ്ത്ത് ഡയലോഗ് ആൻഡ് അണ്ടർസ്റ്റാൻഡിങ്. അതേപോലെ നമുക്ക് പിന്നെ എടുക്കുമ്പോഴത്തേക്ക്, അപ്പോൾ ഇങ്ങനെയുള്ള ഈ ലോകത്തിന് നന്മ ചെയ്യാൻ സമ്പന്നർക്ക് ഒരുപാട് സാധ്യതകളുണ്ട്. അപ്പോൾ ദരിദ്രർക്ക് അങ്ങനെയല്ല, അവർക്ക് കുറ്റം പറയാനും അവർക്ക് കിട്ടുന്ന ബെനിഫിറ്റ്സ് കിട്ടാനും അവർക്ക് സർവൈവലും അതിജീവനത്തിന് വേണ്ടിയുള്ള ഓട്ടമാണ്. ഞാൻ ആ വാക്കുകൾ വീണ്ടും പറയുവാണ്. നമ്മൾ ലോക കമ്മ്യൂണിറ്റിയെ മൊത്തം എടുക്കുമ്പോഴത്തേക്കും 1% ആൾക്കാർ മാത്രമേ ഏത് സൊസൈറ്റിയിലും, നിങ്ങളുടെ കൂടെ പഠിച്ചിരുന്ന ആൾക്കാരെ എടുത്താൽ മതി, സ്കൂളിൽ പഠിച്ചിരുന്ന ആൾക്കാർ, നിങ്ങൾക്ക് അറിയാവുന്ന ആൾക്കാർ, ഇവരെല്ലാം നോക്കുമ്പോൾ 1% ആൾക്കാർ മാത്രമേ ഈ സാമ്പത്തികമായിട്ട് അവർ നല്ല ഉന്നമനം പ്രാപിക്കാറുള്ളൂ, സക്സസ്ഫുൾ എന്ന് പറയാൻ പറ്റുള്ളൂ. അപ്പം നിങ്ങളും നിങ്ങളുടെ കുഞ്ഞുങ്ങളും അതിലേക്ക് മാറണമെന്നുണ്ടെങ്കിൽ പ്രവർത്തിക്കേണ്ട കുറേ കാര്യങ്ങളുണ്ട്. ഞാൻ അതുമായിട്ട് ബന്ധപ്പെട്ടതാണ് എൻ്റെ ക്ലാസ്സുകളും സ്റ്റഡീസും എല്ലാം. ഞാൻ ഇതിനോട് അനുബന്ധിച്ച് വേറെ ഒരു വീഡിയോ കൂടെ തരുന്നുണ്ട്. അപ്പോൾ അതുവഴി നിങ്ങൾക്ക് അറിയാൻ പറ്റും എങ്ങനെയാണ് പിന്നെ ഇത് ചെയ്തിട്ടുള്ള, നമുക്ക് മുൻപ് വന്നിട്ടുള്ളവർ എന്തെല്ലാം ഈ ലോകത്തിന് വേണ്ടി ചെയ്തു, ഇനി നമ്മളുടെ ഡ്യൂട്ടി എന്തെല്ലാം നമ്മൾ ചെയ്തിട്ടേ ഇവിടുന്ന് പോകാവൂ എന്നുള്ളത് നമുക്ക് അതിൽ നിന്ന് വളരെ വ്യക്തമാകും. അപ്പോൾ നിങ്ങൾക്കത് കഴിയട്ടെ. അടുത്ത ഭാഗം കൂടെ കാണാനായിട്ട്, ഇതിൻ്റെ ഭാഗം 2 കൂടെ കാണാനായിട്ട് ശ്രമിക്കണം. ഓൾ ദ ബെസ്റ്റ്.